ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഡിഫെടെക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ചധികം പവറാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ 6K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് 6K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞേക്കാണ്. നമ്മുടെ ജിയോ ചാനൽ, നമ്മുടെ യൂട്യൂബ് ഒറിജിനൽസും പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ 6K എത്തിയിരിക്കുന്നത്. എൻ്റെ മോനെ, അതൊക്കെ 1-2 ദിവസം കൊണ്ടാണ് അതിനെ പറ്റിയത്. എനിക്ക് ശരിക്കും 3K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ 4K അടുത്ത പോലെ ഇങ്ങനെ ആയാൽ മതിയായെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. കാരണം നമ്മളൊരു 3 കൊല്ലത്തിൻ്റെ അടുത്ത് എടുത്തിട്ടാണ് ഈ 3K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞത്. നമ്മുടെ ജിയോ ചാനലിൻ്റെ വീഡിയോയിൽ വന്നപ്പോൾ പിന്നെ ചാനൽ ഫുൾ പവറായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ, അതായത് നമ്മുടെ ചാനല് 1-2 ദിവസം കൊണ്ട് 2.6K സബ്സ്ക്രൈബേഴ്സാണ് ഓടിയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങൾ ജിയോ ചേട്ടൻ്റെ ആ വീഡിയോ കാണാണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോയി ഒന്ന് കാണുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് കാണുക. അപ്പോൾ അതിലൊരു കാർ കാണിക്കുന്നുണ്ട്. അതായത് ജിയോ ചേട്ടൻ ഇതിനു മുമ്പ് ഒരു ബ്ലൂടൂത്ത് കാർ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു കാർ നമ്മൾ റിമോട്ട് കൺട്രോൾ വെച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് കുറച്ച് ക്വാളിറ്റി കുറവുണ്ടാകും. കാരണം ഇത് 1 കൊല്ലം മുമ്പ് ഞാൻ ഉണ്ടാക്കിയ കാറാണ്. അപ്പോൾ ഒരു വന്നപ്പോൾ വീണ്ടും റീക്രിയേറ്റ് ആക്കിയതാണ്. അപ്പോൾ ആ 1 കൊല്ലം മുമ്പാണ് ഞാൻ ഈ കാറിൻ്റെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചത്. ഈ അടുത്തൊന്നും എല്ലാ വീഡിയോയും എനിക്ക് തോന്നുന്നു 1 കൊല്ലം ചിലപ്പോൾ 2 കൊല്ലം മുമ്പ് ഷെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോ ഉണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ ടച്ച്ലെസ് കോളിംഗ് ബെല്ല് വരെ നമ്മൾ കൊറോണ തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കണാണ്. എനിക്കിപ്പോൾ പരീക്ഷ പഠിക്കാൻ ആയതുകൊണ്ട് ടൈമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ വലിയൊരു താങ്ക് യു. അപ്പോൾ കുറച്ച് ക്വാളിറ്റി കുറവുണ്ടാകും. ഞാൻ ഇൻട്രോയും ഔട്ട്രോയും മാത്രമാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് വീണ്ടും ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇൻട്രോയും ഔട്ട്രോയും മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വലിയൊരു താങ്ക് യു. അപ്പോൾ കൂടുതലൊന്നും പറയാനുള്ള ഇപ്പം തന്നെ അത് കൂടുതലായി നമ്മുടെ പവറായതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത്രയും സന്തോഷമായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ കൂടുതലും പറയണ നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമുക്ക് ഇതേപോലത്തെ 4 ഗിയർ മോട്ടർ വേണം കേട്ടോ. ഇതേപോലത്തെ 4 ഗിയർ മോട്ടർ, പിന്നെ ഒരു റിമോട്ട് കൺട്രോൾ ബോർഡ്. നമ്മുടെ റിമോട്ട് കാറിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്ന ബോർഡില്ലേ, വയർലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന അതുപോലത്തെ ഒരു ബോർഡും അതിൻ്റെ റിമോട്ടിൻ്റെ ആ ബോർഡും ഉണ്ട്. നമുക്ക് ആ കുറച്ച് റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച്, പക്ഷേ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ഇതേപോലത്തെ 4 ടയർ എടുക്കണം കേട്ടോ. ഇത് ഗിയർ മോട്ടറിൻ്റെ ഒപ്പം കിട്ടിയ ടയറാണ്. പിന്നെ ഇതുപോലെ പ്ലൈവുഡോ തെർമോക്കോളോ കാർഡ്ബോർഡോ എന്തെങ്കിലും ഇതുപോലെ കട്ടിയുള്ള വല്ലതും എടുക്കുക. ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ ആൻറ്റീന കേട്ടോ. ഇതൊക്കെ ഒരു സെറ്റാണ്. ആൻറ്റീനോ, ബോർഡ്, ടയറ്, പിന്നെ നമ്മളൊരു ബാറ്ററി ഉണ്ടാക്കിയിട്ടുണ്ട് 6 വോൾട്ട്. അതായത് 3 വോൾട്ടിൻ്റെ ഒരു ലിഥിയം ബാറ്ററി ഉണ്ടായി എൻ്റെ അടുത്ത്, പവർ ബാങ്കിൻ്റെ. അത് 2 വെച്ച് ഞാൻ ഒരു ബാറ്ററി ഉണ്ടാക്കി. നിങ്ങൾക്ക് 9 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചാൽ മതി. എനിക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ 2 ആമ്പിയറിന് 4 വോൾട്ടിൻ്റെ ബാറ്ററി കിട്ടും. അതായാലും മതി. നമ്മൾ 4 സ്ഥലത്തും ഇതേപോലെ ഗിയർ മോട്ടർ ഒന്ന് വയ്ക്കുമ്പോൾ ഏറ്റവും അറ്റത്ത് വേണം വയ്ക്കാൻ. പിന്നെ അതിൻ്റെ ആ ഷാഫ്റ്റ് എല്ലാം പുറത്തേക്ക് തന്നെ തള്ളിയിരിക്കേണ്ട രീതിയിൽ വെക്കണം. അപ്പോൾ നമ്മുടെ അടിയിലത്തെ കുറച്ച് പണി കഴിഞ്ഞു. നമ്മൾ മുകളിൽ ഇതേപോലെ ബോർഡ് ഒട്ടിക്കുമ്പോൾ അടിയിൽ ഗ്ലൂ തേക്കരുത്, സൈഡിൽ തേച്ച് ഒട്ടിക്കാൻ പാടും. എടുക്കുമ്പോൾ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററിയും സ്വിച്ചൊക്കെ ഘടിപ്പിച്ചു. ഇനി ഇതിൻ്റെ കുറച്ച് കണക്ഷനാണ്. അതായത് 2 മോട്ടറിൻ്റെയും പ്ലസ് തമ്മിൽ ജോയിൻ ചെയ്യുക, മൈനസ് തമ്മിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് 2 പ്ലസ് ജോയിൻ ചെയ്ത സ്ഥലവും 2 മൈനസ് ജോയിൻ ചെയ്ത സ്ഥലത്തു നിന്നും 2 വയർ എടുക്കുക. അതായത് പ്ലസ്സിൽ നിന്ന് ഒരു വയർ, മൈനസിൽ നിന്ന് ഒരു വയർ. അപ്പോൾ ആ വയറിലേക്ക് കണക്ഷൻ കൊടുത്താൽ രണ്ടും ഒരുമിച്ച് ഇറങ്ങും. ഇതേപോലത്തെ നമ്മൾ അപ്പുറത്തും ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4 മോട്ടറിൻ്റെ അവിടുന്ന് 2 വയറേ വന്നിട്ടുള്ളൂ. അതായത് ഇപ്പുറത്തെ 2 നിന്ന് 2 വയർ, അത് അതിലേക്ക് കണക്ഷൻ കൊടുത്താൽ 2 മോട്ടർ ഒരുമിച്ച് ഇറങ്ങും. അതുപോലെ അപ്പുറത്തും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റിൽ നിന്ന് ഉള്ള ആ 2 വയർ നമ്മൾ ഇപ്പോൾ ഈ 2 മോട്ടറിൽ നിന്ന് ഒരെണ്ണാക്കിയ വയറിലേക്ക് കൊടുക്കുക. ഫ്രണ്ട് ബാക്കിൽ നിന്ന് എഴുതിയേക്കുന്ന വയറുകൾ അപ്പുറത്തെ മോട്ടറിൻ്റെ ഈ പൊങ്ങി വന്ന വയറിലേക്കും കൊടുക്കുക. അതിനുശേഷം ആൻറ്റീന എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ കെട്ടിയ ഒരു ആൻറ്റീനയും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു കേട്ടോ. ഇത്രയുള്ള ഫ്രണ്ട് ബാക്കിൽ നിന്നുള്ള എടുത്ത് 2 മോട്ടറിൻ്റെ പ്ലസും 2 മോട്ടറിൻ്റെ മൈനസും ചേർത്ത് നമ്മൾ ഒരു സെറ്റ്, അതായത് പ്ലസും മൈനസും ആക്കി മാറ്റി അതിലേക്ക് നമ്മൾ ഫ്രണ്ടും ബാക്കും ലെഫ്റ്റും റൈറ്റും കൊടുക്കുക. ആൻറ്റീനയും എല്ലാ കാര്യങ്ങളും സെറ്റാണ്. നമ്മൾ ആ റെഡും ബ്ലാക്കും വയർ കാണാം. അവിടെ നമ്മൾ ഈ ബാറ്ററിയുടെ വയറും കൂടിയും കൊടുത്തു കഴിഞ്ഞ് റിമോട്ട് ഓൺ ചെയ്തത് ഓൺ ആവും. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യും. അപ്പോൾ ഇതേപോലത്തെ നമ്മൾ ഇതുപോലെ മോട്ടറെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ഗ്ലൂ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, പിച്ചിക്കരുത്. പിന്നെ ആ മോട്ടറിൻ്റെ ആ ഷാഫ്റ്റ് ഒരു പ്രത്യേക ടൈപ്പാണ്. അതുപോലെ നമ്മുടെ വീലും. അപ്പോൾ അത് നോക്കി നമ്മൾ 4 വീലൊന്ന് സെറ്റ് ചെയ്യാം. വെറുതെ ഒന്നിങ്ങനെ തിരിച്ചു വെച്ചാൽ അത് ആവും. നമ്മൾ റിമോട്ട് കൺട്രോളിൻ്റെ ആ റിമോട്ടിൻ്റെ ആ പൊങ്ങി വെക്കണ ആ സ്ഥലത്ത് നിന്ന് ഒരു വയർ എടുക്കുക. പിന്നെ അറ്റത്ത് ഇങ്ങനെ ആണി പോലെ നിൽക്കുന്ന അതിൽ നിന്ന് ഒരു വയർ എടുക്കുക. എന്നിട്ട് ആ 2
രണ്ടുപേരും ഇതേപോലെ സ്വിച്ചുമ്പോൾ കൊടുക്കുക. അതായത് നമ്മൾ അവിടെ ഞെക്കുന്ന അതേ സംഭവം തന്നെ ഈ സ്വിച്ചും ഞെക്കുമ്പോൾ ഓൺ ആവണം. അത്രേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഞെക്കി ഞെക്കി ഒടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈസി ഇതുപോലെ പുറത്തേക്ക് ഒരു സ്വിച്ച് വെക്കലാണ്. അപ്പോൾ സ്വിച്ചും ഇതുപോലെ വയർ സോൾഡർ ചെയ്തെടുക്കുക. എന്നിട്ട് ആ പൊങ്ങി നിൽക്കുന്ന സ്ഥലത്തും ആ മുട്ടുന്ന സ്ഥലത്തും ഉള്ള വയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഞെക്കുന്ന അതേ കാര്യം ഈ സ്വിച്ച് ഞെക്കുമ്പോൾ പറ്റും. അപ്പോൾ 4 ഓട്ടി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആ പാത്രത്തുമ്മേ. അപ്പോൾ 4 സ്വിച്ചും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ 4 സ്വിച്ചും അതിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ നമ്മൾ 4 സ്വിച്ചും ഇറക്കി വെച്ച് കഴിഞ്ഞു. പിന്നെ ഫ്രണ്ട്സ് നമ്മൾ ഈ സ്വിച്ചൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ബോഡിയിൽ നിന്ന് വരുന്ന പ്ലസ് വയർ നേരെ സ്വിച്ചും കൊടുക്കുക. സ്വിച്ചിൽ നിന്ന് പോണ വയർ നേരെ ബാറ്ററിയുടെ പ്ലസുമ്പോൾ കൊടുക്കുക. പിന്നെ ബാറ്ററിയുടെ മെയിൻസ് ഡയറക്റ്റ് ആ ബോർഡിൻ്റെ മെയിൻസുമിലേക്ക് ഒന്ന് കൊടുക്കുക. ഇനി നമ്മൾ റിമോട്ട് നമ്മളിത് സ്വിച്ചൊക്കെ വെച്ച് ശരിയാക്കിയിട്ടുണ്ട്. അത് ഞെക്കണ പോലെ തന്നെ ഇങ്ങോട്ടാക്കിയാൽ മതി. ഇപ്പം ഞാൻ ചെയ്യണത് അതായത് ഒരു റെഡും ഒരു ബ്ലൂ അമർത്തി കഴിഞ്ഞാൽ ഫ്രണ്ട് പോവും. അതിൻ്റെ ഓപ്പോസിറ്റ് അമർത്തിക്കഴിഞ്ഞാൽ ബാക്ക് പോവും. പിന്നെ ഒരേ റോയിലുള്ള 2 ബ്ലൂ ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യും. താഴത്തുള്ള റെഡ് അമർത്തി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ്, മുകളിലെ ബ്ലൂ രണ്ടും ഞെക്കി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ റിമോട്ട് വരുന്നത്. പിന്നെ ബാറ്ററി ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കാർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ RC കാറിന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടതിനെ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുള്ള അടിപൊളി വീഡിയോകളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ വല്ല ഡൗട്ട് ഇങ്ങനെ താഴെ കമന്റ് ചെയ്യുക, കമന്റുകൾ എന്തായാലും ചെയ്തേക്കുക. അപ്പോൾ ഇന്നലെ അടിപൊളി വീഡിയോയിലായിട്ട് കാണാവുന്ന പ്രതീക്ഷയിൽ ദേവനാരായൺ സൈനിങ് ഔട്ട്.